അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ സാജിദ് ഇരങ്ങാണ്ടിയാണ്. ഞാൻ പിന്നെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനുമായി ഈ വിഷയത്തിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ അവരുടെ പല പ്രവർത്തനങ്ങളും പിന്നെ പ്രമാണവിരുദ്ധമാണ് എന്ന് മനസ്സിലായി ഞാനതൊക്കെ ഉപേക്ഷിച്ച് റുഖിയ പരിപാടികൾ നിർത്തിയിരുന്നു. അപ്പോൾ എന്നെ ശക്തമായ രൂപത്തിൽ മന്ത്രവാദി എന്നും അതും ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ പുറത്താക്കിയതിന് ശേഷം റുഖിയക്ക് ഞാൻ പല വിസ്ഡംകാരുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും പോയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ മഞ്ചേരി ആമയൂരിലെ സെൻറ്ററിൽ ഞാൻ വന്നിട്ടുണ്ട്. പള്ളി ഉൾപ്പെടുന്ന സെൻറ്ററിൽ ഞാൻ റുഖിയ നടത്താൻ വന്നിട്ടുണ്ട് എന്ന് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്താണ് എന്നെ അവിടുന്ന് ഒരാൾ വിളിച്ചത്. ഒരിക്കലും ഞങ്ങൾ ഇവിടെ പള്ളിയിൽ റുഖിയ ചെയ്തിട്ടില്ല, ഞങ്ങളെ വീട്ടിലാണ് ചെയ്തത്. മാത്രമല്ല അത് വിസ്ഡമിൻ്റെ ആളുകളും അല്ല, അത് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് നടത്തുന്ന പള്ളിയാണ് എന്ന് അവർ തിരുത്തി തന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എനിക്കത് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിൽ അത് വിസ്ഡമിൻ്റെ സെൻ്ററാണ് എന്ന് പറഞ്ഞത് അബദ്ധമാണ്. മറിച്ച് അത് പിന്നെ സ്വതന്ത്രമായിട്ട് കുറച്ച് സലഫികളായ ആളുകൾ നടത്തുന്ന സംവിധാനമാണ്. അതും ഞാൻ അതിനുള്ളിലല്ല നടത്തിയത്, അവരെ വീട്ടിലാണ്. പക്ഷേ ആ സെൻറ്റർ മൊത്തത്തിൽ കണ്ട സമയത്ത് എനിക്കത് അങ്ങനെയാണ് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മാത്രമല്ല അതിൽ നമ്മളെ ആമയൂരുള്ള എന്താ പറയുക കുഞ്ഞുട്ടി ഓലൊക്കെ എന്നിട്ട് നല്ല ബന്ധമുള്ള ആളുകളായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ കണ്ടപ്പോൾ സ്വാഭാവികത വിസ്ഡം കൂട്ടായ്മയിൽ പെട്ടതാണ് വിചാരിച്ചു മാറി പറഞ്ഞതാണ്. റുഖിയ ഞാനവിടെ നടത്തിയിട്ടുണ്ട് വീട്ടിൽ വെച്ചുകൊണ്ട്. പക്ഷേ അത് വിസ്ഡമിൻ്റെ പേരിൽ ആരും അവതരിപ്പിക്കേണ്ട, അത് വിസ്ഡമിൻ്റെതല്ല, അത് സ്വതന്ത്രമായി നടത്തുന്ന സംവിധാനമാണ്. അതുകൊണ്ട് ആ ഒരു വാക്ക് പിഴവ് സബുക്കുൽ ലിസാൻ എൻ്റെത് വന്നു. ഞാൻ അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. അതിൻ്റെ അഖിലുകാരായ ആളുകളോട് ഞാൻ വ്യക്തിപരമായി മാപ്പ് ചോദിക്കുന്നു. ഇനി ആരും അത് പ്രചരിപ്പിക്കുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യരുത് എന്ന് ഗുണകാംക്ഷയോടുകൂടി ഉപദേശിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.